പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചാരണ യാത്ര ഇന്ന് പുനരാരംഭിക്കും. ആറളത്തും കൊട്ടിയൂരും യാത്രയ്ക്ക് സ്വീകരണം നൽകും. യാത്ര നാളെ വയനാട് ജില്ലയിൽ പ്രവേശിക്കും. കണ്ണൂരിൽ നിന്ന് നിഖിലയുണ്ട്. നിഖിൽ, എപ്പോഴാണ് ഈ ജാഥ യാത്ര ആരംഭിക്കുക? എത്തരത്തിലാണ് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ? ആതിര, ഇന്ന് കണ്ണൂർ ജില്ലയിൽ 2 കേന്ദ്രങ്ങളിലാണ് യാത്രയ്ക്ക് സ്വീകരണമുള്ളത്. അതിലൊന്ന് ആദ്യത്തേത് 3 മണിക്ക് ആറളത്താണ്, മറ്റൊന്ന് കൊട്ടിയൂരിലാണ്. 5 മണിക്കാണ് ആ പരിപാടി. ഇന്ന് ഈ 2 കേന്ദ്രങ്ങളിലാണ്, മലയോര പ്രദേശത്തെ 2 കേന്ദ്രങ്ങളിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന മലയോര സമരയാത്രയ്ക്ക് സ്വീകരണമുള്ളത്. അതിനുശേഷം നാളെ മുതൽ വയനാട് ജില്ലയിലായിരിക്കും ഈ യാത്ര പര്യടനം നടത്തുക. ഏതായാലും മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് UDF ഇത്തരത്തിലുള്ള ഒരു സമരയാത്ര കേരളത്തിലെ മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളും കേന്ദ്രീകരിച്ച് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് KC വേണുഗോപാൽ അതിൻ്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലയിലെ തന്നെ ഇരിക്കൂർ മണ്ഡലത്തിൽ നിർവഹിച്ചത്. തിരുവനന്തപുരത്തെ അമ്പൂരിയിലാണ് ഈ യാത്ര സമാപിക്കുന്നത്. ഏതായാലും ഈ വന്യജീവി വിഷയവും ഒപ്പം തന്നെ കർഷകർ നേരിടുന്ന വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളും ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സമരം പ്രതിപക്ഷം ഏറ്റെടുത്തിരിക്കുന്നത്. അത് UDFിൻ്റെ നേതൃത്വത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നു. UDFിൻ്റെ ഘടകകക്ഷി നേതാക്കളെല്ലാം തന്നെ യാത്രയുടെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യാത്രയുടെ ഭാഗമാവുകയും ചെയ്തു. ഉദ്ഘാടന ദിവസം ചെന്നിത്തല ഒഴിച്ച് മറ്റ് നേതാക്കളെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. ഇന്ന് ചെന്നിത്തല കൂടി വരുന്നതോടുകൂടി UDFിൻ്റെ ഒറ്റക്കെട്ടായ ഈ വിഷയത്തിലുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലേക്ക് അതിനെ മാറ്റാൻ തന്നെയാണ് തീരുമാനം. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാളെ വയനാട് ജില്ലയിലേക്ക് ഈ യാത്ര പ്രവേശിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. വന്യമൃഗ ആക്രമണങ്ങൾ അത്രത്തോളം രൂക്ഷമായി നിൽക്കുന്ന ഒരു മേഖല. അവിടെ ഒരു മനുഷ്യജീവൻ വീണ്ടും നഷ്ടമാകുന്ന സാഹചര്യമുണ്ട് വന്യജീവി ആക്രമണത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ വിഷയം എന്ന രീതിയിൽ അതിനെ ഉയർത്തി തന്നെയാണ് പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്ത് ഇത്തരത്തിലൊരു യാത്രയുമായി മുന്നോട്ട് പോകുന്നത്. നാളെ രാവിലെയാണ് വയനാട് ജില്ലയിലേക്ക് യാത്ര പ്രവേശിക്കുന്നത്. അവിടെ വയനാട് ജില്ലയിലെ പര്യടനം ആരംഭിക്കുന്നത് അങ്ങനെയായിരിക്കും. മാത്രമല്ല, ഇന്നിപ്പോൾ പര്യടനം നടത്തുന്ന ആറളമായാലും കൊട്ടിയൂരായാലും 2 മേഖലകളും കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വന്യജീവി ശല്യം നേരിടുന്ന പ്രദേശങ്ങളാണ്. ആറളത്തൊക്കെ ആളുകൾക്ക് വീടിന് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ വിഷയങ്ങളിൽ കൃത്യമായ പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായി വരുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ഉദ്ഘാടന ദിവസം തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം UDF നേതാക്കൾ ഉയർത്തിയത് വനം മന്ത്രിക്കെതിരെയായിരുന്നു. വനം മന്ത്രിയോട് ഇത്തരം കാര്യങ്ങൾ നിയമസഭയിൽ ഉൾപ്പെടെ പറയുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന മലയോര സമര പ്രചാരണ യാത്ര ഇന്ന് പുനരാരംഭിക്കും എന്നുള്ളതാണ്. ഇന്ന് കണ്ണൂരിൽ 2 ഇടങ്ങളിലാണ് സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാരിനെതിരായ വലിയ പ്രതിഷേധം എന്നതുപോലെ തന്നെയാണ് ഈ സമര പ്രചാരണ ജാഥ മുന്നോട്ടു പോകുന്നത്. നിഖിലയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.